നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ഇൻ്റഗ്രേഷൻ്റെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഇൻ്റഗ്രേഷൻ്റെ മൊഡ്യൂളിൽ നിന്ന് പഠിക്കേണ്ടത് ഈ 4 ഫോർമുലയാണ്. ഓക്കെ, ഈ 4 അതിനുശേഷം പഠിക്കേണ്ടത് ഈ കാണുന്ന 6 ഫോർമുലാസ്. അതിനുശേഷം ഇത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് 1/1 + x² dx. ഇത് എന്തായാലും പഠിക്കണം, tan ഇൻവേഴ്സ് എക്സ്. അതിനുശേഷമാണ് ബാക്കി 2 പഠിക്കേണ്ടത്. പിന്നെ ഈ 2 ക്വസ്റ്റ്യനില്ലേ, tan x dx log sec x + c, cot x dx log sin x + c. ഇത് രണ്ടും അതിൻ്റെ ഡെറിവേഷനും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഡെറിവേഷനും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക, കാണാതെ പഠിക്കുക. അതിനുശേഷം ഞാൻ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യം പറഞ്ഞുതരാം. ഫൈൻഡ് ആൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇനി അതുകൂടാതെ അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡെഫിനിറ്റ്. അടുത്തതാണ് ഫൈൻഡ് എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലില്ലേ, ഇങ്ങനെ ഒരു ഇൻ്റഗ്രലിൻ്റെ താഴെ ഡെഫിനിറ്റ് ഏരിയ എന്നുള്ളത് ഓർത്തത്. ഡെഫിനിറ്റ് 0 മുതൽ 1 വരെ. ഇപ്പോൾ sin x 0 മുതൽ 1 വരെ, അല്ല 0 മുതൽ π/2 വരെ sin x dx. ഇതൊരു ഇൻ്റഗ്രേഷൻ്റെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഫൈൻഡ് എ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ തരില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ചിട്ട് പോയാൽ മതി. ഏതാണ് 0 to π/2 sin x dx. നിങ്ങൾ കാണാതെ പഠിച്ചു, നമുക്കത് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയില്ലേ, ഫൈൻഡ് ആൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇതിൽ ഇൻ്റഗ്രലിന് ലിമിറ്റ് ഇല്ല. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കാണാതെ പഠിക്കും? ഇൻ്റഗ്രൽ log x dx കാണാതെ പഠിച്ചോളണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം, തെറ്റാതെ ചെയ്യണേ. നമ്മൾ ആദ്യം ഈ കഴിഞ്ഞ പറഞ്ഞ ഫോർമുലാസൊക്കെ കാണാതെ പഠിക്കണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഈ 1 വേർഡിന് ചോദിക്കും. ഇതിനകത്ത് ഇൻ്റഗ്രൽ log x dx, അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. log xൻ്റെ ഇൻ്റഗ്രൽ 1/x എന്ന് ചില ബിരുദന്മാർ എക്സാമിന് എഴുതി വെച്ചിട്ടുണ്ട്, തെറ്റാണ്. 1/xൻ്റെ ഇൻ്റഗ്രലാണ് log x. അപ്പോൾ ഇതിന് log x × 1 എന്ന് എഴുതി, ഇൻ്റഗ്രൽ log x × 1. എന്നിട്ട് ഈ log xനെ നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷനായിട്ടും 1നെ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് എടുക്കും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ log x × ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് × ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് dx. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലായില്ലേ? 2 ഇൻ്റഗ്രൽ വരുവേ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാതെ പഠിക്കണം. log x എന്തായാലും എക്സാമിന് ചോദിക്കേണ്ടതാണ്. ഓക്കെ, log x 1ൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ടല്ലോ, 1ൻ്റെ ഇൻ്റഗ്രൽ x ആണ്, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അല്ല എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1ൻ്റെ ഇൻ്റഗ്രൽ x ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. രണ്ടും ഓപ്പോസിറ്റാണ്, തെറ്റിക്കരുതേ. ഇൻ്റഗ്രേഷൻ ഫംഗ്ഷനെ വലുതാക്കുന്നു, ഡിഫറൻസിയേഷൻ ചെറുതാക്കുന്നു എന്ന് ഓർത്താൽ മതി. ഇൻ്റഗ്രൽ 1 x ആണ് dx. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായി? ഇൻ്റഗ്രൽ log x × x മൈനസ് ഇൻ്റഗ്രൽ x dx എന്നായി. log x × x എഴുതി, എക്സിനെ വലുതാക്കുന്ന ഫംഗ്ഷനല്ലേ ഇൻ്റഗ്രൽ. അപ്പോൾ x² + c, കാരണം ഇവിടെ x⁻1 ആണ്. x⁻1ൻ്റെ ഇൻ്റഗ്രൽ x⁻2/2 + c. ഇനി ഇതൊട്ടും കിട്ടുന്നില്ല, ഇതൊന്നും ചെയ്തിട്ട് നമുക്കിത് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല. പഠിക്കണം, ഇത് കാണാതെ പഠിക്കണം. log x സ്ഥിരം ചോദിക്കുന്നതാണ്. ഫൈൻഡ് ആൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഫൈൻഡ് എനി ഇൻ്റഗ്രൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, ഡെഫിനിറ്റോ ഇൻഡെഫിനിറ്റോ എഴുതാം. ഫൈൻഡ് ആൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് ചോദിച്ചാൽ log xൻ്റെ ക്വസ്റ്റ്യൻ എഴുതാം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടേ, നിങ്ങൾക്ക് അറിയാവുന്ന ഇൻ്റഗ്രലൊക്കെ +++ എഴുതിയാൽ മതി. e⁻x നമുക്ക് അറിയാം, 1/xൻ്റെ ഇൻ്റഗ്രൽ log x ആണെന്നറിയാം, sin x അറിയാം, പ്ലസ് cos x അറിയാം, പ്ലസ് x⁻2 വേണമെങ്കിൽ ഒരു 5x⁻2 dx ഇങ്ങനെ എഴുതി. അപ്പോൾ എന്താ പറ്റുക? e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x പ്ലസ് 1/xൻ്റെ ഇൻ്റഗ്രൽ log x പ്ലസ് sin xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos x
പ്ലസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് 5 എടുത്ത് എഴുതിട്ട് x⁻²ൻ്റെ ഇൻ്റഗ്രൽ ഞാൻ പറഞ്ഞല്ലേ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ വലുതാക്കൂന്ന്. അപ്പോൾ x⁻³ പ്ലസ് സി ഇങ്ങനെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ആദ്യത്തെ ലോഗ് എക്സ് തന്നെ എഴുതിക്കോ, ഫുൾ മാർക്ക് കിട്ടാൻ അതാണ് നല്ലത്. ഓക്കെ, ഇതൊക്കെ ജയിക്കാനൊക്കെ മാർക്ക് കുറവുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ എഴുതി ഇട്ട് വരും എന്നുള്ളൂ ഇങ്ങനെ. ഓക്കെ, ഫൈൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ, ഒരു ഒരു ഡെഫിനിറ്റ് സ്ഥലം ഉണ്ടാവും. 0 മുതൽ π/2 വരെ സൈൻ എക്സ്. നമുക്കറിയാമല്ലോ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, മൈനസ് കോസ് എക്സ് അല്ലേ. അത് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് താഴെ 0 ഇടാം, മുകളിൽ π/2 ഇടാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. മൈനസ് കോസ് π/2 ആദ്യം കൊടുത്ത് എക്സിന്, ഒന്നാമത് കൊടുക്കേണ്ടത് മുകളിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു മൈനസ് ഇടുക, പിന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ കിടക്കുന്നത്, മൈനസ് കോസ് എക്സിന് പകരം രണ്ടാമത് എടുക്കണ 0 ഇട്ട് മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 0 മൈനസ് പിന്നെ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് മൈനസ് ഇട്ടിട്ട് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 അപ്പോൾ -0 + 1 അതായത് 1. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതുമാത്രമല്ല ഈ ടേബിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ, അല്ലാത്തൊരു ചോദ്യത്തിന് നമ്മുടെ ഈ ടേബിളില്ലേ സൈൻ കോസ് ടാൻ ടേബിള് 0 അല്ലെങ്കിൽ 90 ഡിഗ്രി അല്ലെങ്കിൽ π/2, 30 ഡിഗ്രി അല്ലെങ്കിൽ π/6, 60 ഡിഗ്രി അല്ലെങ്കിൽ π/3, 45 ഡിഗ്രി അഥവാ π/4, π അല്ലെങ്കിൽ 180 ഡിഗ്രി. അങ്ങനെ 0 1 0 1 0 ഇൻഫിനിറ്റി 1/2 √3/2 1/√3 √3/2 1/2 √3 1/√2 1/√2 1 0 - 1 0. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ ഫുള്ള് കാണാതെ പഠിക്കുക. 0 to π/2 sin x dx ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. x² + 2x + 1നെ 0 മുതൽ 1 വരെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ക്വസ്റ്റ്യനും നമ്മൾ കാണാതെ പഠിച്ചു. x² + 2x + x³/3 + 2 × x²/2 + 1 × x. എന്നിട്ട് നോക്കിയേ 0 മുതൽ 1 വരെ ആദ്യം 1 കൊടുക്കുക, ബ്രാക്കറ്റ് ഇട്ടിട്ട് 1/3 + 2 × 2 വെട്ടി പോവുമല്ലോ 1² + 1 മൈനസ് ബാക്കിയൊക്കെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് 0³/3 + 0 0 +² + 0 ഇവിടെ ഫുള്ള് 0 ആയിപ്പോയി, ഇത് മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ 1/3 + 2 ഇതങ്ങ് ആൻസർ ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. 1/3 + 2/1 എഴുതുക, ക്രോസ് മൾട്ടിപ്ലൈ 1 + 6/3 7/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അങ്ങനെ എഴുതുന്നത്. ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ.